ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുത്തൻ വിവാദങ്ങളൊക്കെ ഉണ്ടായിരിക്കുകയാണ്. ശശി തരൂരുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ടൊന്നും അല്ല വിവാദങ്ങൾ ഉണ്ടാവുന്നത്. നിലവിൽ അദ്ദേഹം കോൺഗ്രസിൽ വന്ന കാലം തൊട്ട് അദ്ദേഹം BJP-യിലേക്ക് പോകും എന്ന തലത്തിലേക്ക് വന്നു. കാരണം അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനായിട്ട് KSU വഴിയോ യൂത്ത് കോൺഗ്രസ് വഴിയോ അല്ലെങ്കിൽ സേവാദൾ വഴിയോ ഒന്നും വന്ന ആളല്ല. അദ്ദേഹം UN-ന്റെ വലിയൊരു പ്രതിനിധിയായിരുന്നു. വിവിധ രാജ്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളാണ്. വലിയൊരു ബുദ്ധിജീവിയാണ്, എഴുത്തുകാരനാണ്. അങ്ങനെ ഒരു പൗരനാണ് അദ്ദേഹം. അദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരുന്നു. കോൺഗ്രസ് അദ്ദേഹത്തിന് മാന്യമായിട്ട് തന്നെ പൊസിഷൻ കൊടുത്തു. അദ്ദേഹത്തിനെ MP ആയിട്ട് മത്സരിപ്പിക്കുന്നു. അദ്ദേഹം ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്നതും ആദ്യമായിട്ട് MP ആവുന്നതും ആദ്യമായിട്ട് മന്ത്രിയാവുന്നതും ആദ്യത്തെ തവണ ഒരുമിച്ചാണ് ഇതെല്ലാം നടക്കുന്നത്. അദ്ദേഹം വരുന്നു. അദ്ദേഹം അതിനുശേഷം ഒരുപാട് ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രിയാവുന്നു. ചില വിവാദങ്ങൾ കാരണം അത് മാറുന്നു. ശേഷം അദ്ദേഹം MP ആയിട്ട് തന്നെ വന്നു. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി, ദേശീയ പ്രവർത്തക സമിതിയിൽ അദ്ദേഹം ഉണ്ട്. അദ്ദേഹം കോൺഗ്രസിൻ്റെ അധ്യക്ഷനാവാൻ മത്സരിച്ചു. 1000 വോട്ടുകൾ കിട്ടി. വലിയ കാര്യമാണ്, വലിയ പിന്തുണയുള്ള മനുഷ്യനാണ്, വലിയ ഇതൊക്കെ ഉണ്ട്. പക്ഷെ അദ്ദേഹം പലപ്പോഴും കോൺഗ്രസിനൊരു തലവേദനയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ നയങ്ങളും കോൺഗ്രസിൻ്റെ നയങ്ങളും ഒന്നല്ല. അദ്ദേഹത്തിൻ്റെ നയങ്ങൾ പറയും, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കും. മിക്കവാറും കോൺഗ്രസിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന രീതിയിലൊക്കെ സംസാരിക്കും. ഇപ്പോൾ എന്താ ഉണ്ടായേ? ഇപ്പോൾ നമ്മുടെ രാജ്യത്തേക്ക് പാകിസ്ഥാൻ തീവ്രവാദികൾ വരികയും ആക്രമിക്കുകയും അതിനുശേഷം ഇന്ത്യ തിരിച്ചടിക്കുകയും ചെയ്തു. അതൊരു സാഹചര്യം ലോകരാഷ്ട്രങ്ങളെ വിശദീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു അന്താരാഷ്ട്ര പ്രതിനിധി സംഘത്തെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനകത്ത് നിന്ന് സെലക്ട് ചെയ്ത ചില ആളുകളെ പ്രതിനിധിയായിട്ട് വിടുന്നു. അത് കേന്ദ്ര സർക്കാർ ഓരോ പാർട്ടിയോടും ചോദിച്ചിട്ടൊന്നുമല്ല. ഇന്ന ആളുകളെ വിളിച്ചു. ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് ബ്രിട്ടാസിനെ വിളിക്കുകയായിരുന്നു. പാർലമെന്ററി കാര്യമന്ത്രി എൻ റാവു അദ്ദേഹം വിളിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ കോൺഗ്രസിനോട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ രാഹുൽ ഗാന്ധി 4 പേരുടെ പേര് കൊടുത്തത്. അത് കോൺഗ്രസിൻ്റെ നേരത്തെയൊക്കെ രാജ്യസഭയിലും ലോക്സഭയിലും ഒക്കെ നേതാക്കന്മാരായിട്ടിരിക്കുന്ന ആളുകളുടെ പേരാണ് കൊടുത്തത്. കോൺഗ്രസ് അങ്ങനെയാണ് ആ ലിസ്റ്റ് വിചാരിച്ചു കൊടുത്തത്. അതിനകത്ത് ശശി തരൂരിൻ്റെ പേര് വന്നില്ല. ശശി തരൂരിൻ്റെ പേര് വേണം, അല്ലെങ്കിൽ വന്നില്ലെങ്കിൽ വെക്കണമെന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പൊളിറ്റിക്സാണ്. അതവർ കൃത്യമായിട്ട് അവിടെ കളിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റും അഫ്ഗാൻ താലിബാനാണ് ഭരിക്കുന്നത്. താലിബാനെതിരെയൊക്കെ സംഘപരിവാർ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇപ്പോൾ താലിബാനെ അനുകൂലിച്ചാണ് പറയുന്നത്. അത് മറ്റൊരു വേർഷൻ. ഇപ്പോൾ താലിബാനുമായിട്ടൊക്കെ കൈ കൊടുക്കുന്നുണ്ട്. ഇപ്പം താലിബാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള താലിബാന് നമ്മുടെ വാഗ അതിർത്തി വഴി കച്ചവടങ്ങൾ അല്ലെങ്കിൽ കച്ചവട ട്രക്കുകൾ ഇന്ത്യയായിട്ട് വരാൻ, ഇന്ത്യയായിട്ടൊരു കച്ചവടം ഉണ്ടാക്കാനും അതുപോലെ തന്നെ ആരോഗ്യ രംഗത്ത് സഹകരിക്കാനും ഒക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാൻ വിഭജിച്ച് ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പുതിയൊരു രാജ്യം, ഈ സ്ഥാനെല്ലാം കൂടെ കുറേ സ്ഥാനങ്ങളാവുന്നുണ്ടല്ലേ. അപ്പോൾ ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു രാജ്യം ഉണ്ടാകാൻ പോകുന്നു. ഇന്ത്യ അവരെ പിന്തുണയ്ക്കുന്നത് പാകിസ്ഥാൻ പറയുന്നത് ഞങ്ങളെ ഇന്ത്യ പിന്തുണയ്ക്കുമെന്നാണ് ബലൂചിസ്ഥാനിലെ നേതാക്കന്മാർ പറയുന്നത്. അതൊക്കെ നടക്കുന്നുണ്ട്. അതിനപ്പുറം ഇത് 2025 1925 RSS നിയമപരമായിട്ടൊരു സംഘടനയായി മാറുന്നത്. അതിനു മുമ്പ് അതൊരു മനസ്സായിരുന്നു. ഗുരുജി ഹെഡ്ഗേവാർ സ്ഥാപിച്ച ഒരു ആശയം അതിനുശേഷം അതൊരു പ്രസ്ഥാനമായി മാറുന്നു. അതിൻ്റെ 100ാം വാർഷികമാണ്. 100ാം വാർഷികത്തിൽ ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ RSSൻ്റെ അജണ്ട എന്ന് പറഞ്ഞാൽ ഹിന്ദുരാഷ്ട്രം അല്ലെങ്കിൽ സവർണ്ണ രാജ്യം മാത്രമല്ല. RSS അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന വലിയൊരു കൺസെപ്റ്റ് വെക്കുന്നുണ്ട്. പണ്ട് ഭാരതം ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും ഇന്ത്യ എന്ന് പറയുന്നത് ഇവിടെ അതിക്രമിച്ച് കയറിയ രാജാക്കന്മാരുണ്ടാക്കിയതാണെന്നാണ് പല ആളുകളും പറയുന്നത്. മുഗളന്മാർ രാജ്യം ഉണ്ടാക്കി, മറ്റുള്ളവരുണ്ടാക്കി. ഇന്നുണ്ട ഇന്ത്യ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഇന്ത്യയാണ്. അതിൽ നിന്നാണ് ആ ഒരു ഇതിൽ നിന്ന്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് കുറേ രാജ്യങ്ങൾ ഒരുമിച്ചാക്കി ഭരിച്ച കൂട്ടത്തിൽ നിന്നാണ് പാകിസ്ഥാൻ വിട്ടുപോയതൊക്കെ. അപ്പോൾ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും നേപ്പാളും മ്യാൻമാറും ചൈനയുടെ പല ഭാഗങ്ങളും ശ്രീലങ്കയൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഇന്ത്യ ഉണ്ട്. RSSൻ്റെ അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന ഒരു ഇന്ത്യ. RSS തന്നെ അവളുടെ ക്യാമ്പിൽ വേരറ്റുപോയി മനോരം ഇലങ്ക മഹാദേവി നിൻ പൊൻകാൽ ചിലങ്ക. ശ്രീലങ്കയെ കുറിച്ച് അവർ പറയുന്നതാണ്. വേരറ്റുപോയി ഗാന്ധാരദേശം. ഗാന്ധാരം ഇപ്പോൾ നേപ്പാളാണ്. അതുപോലെ കണ്ടഹാർ പോയിട്ടുണ്ട്, സിന്ധു പോയിട്ടുണ്ട്, പിന്നെ പല സ്ഥലങ്ങളും മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അതൊക്കെ പിടിച്ചെടുക്കുക അല്ലെങ്കിൽ അഖണ്ഡ ഭാരതമാക്കുക എന്നുള്ളത് വലിയ വാലികേറ മലയാണെന്ന് അവർക്കും അറിയാം. അപ്പോൾ അതിനിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് എന്താ? അഖണ്ഡ ഭാരതം സൃഷ്ടിക്കണമെങ്കിൽ യൂറോപ്യൻ യൂണിയൻ പോലെ ഒരു യൂണിയൻ ആവുക. അഖണ്ഡ ഭാരത യൂണിയൻ, അല്ലെങ്കിൽ അതിനൊരു സംസ്കൃത പേരൊക്കെ വരും. അപ്പോൾ അങ്ങനെ ഒരു യൂണിയൻ ആയതിനു ശേഷം ഇന്ത്യ ആയിരിക്കും അതിൻ്റെ മെയിൻ.
ഇതിലേക്ക് വരിക. അപ്പോൾ അങ്ങനെ ഒരു യൂണിയൻ വന്നതിന് ശേഷം അഖണ്ഡ ഭാരത യൂണിയനകത്ത് ഈ രാജ്യങ്ങളെല്ലാം വന്നിട്ട് ഇന്ത്യൻ്റെ മെയിൻ ആവുന്നു. അല്ലെങ്കിൽ അന്ന് ഗവൺമെൻറ് BJP ഗവൺമെൻറ്റാണ് ഭരിക്കുന്നതെങ്കിൽ അവരതിൻ്റെ തലപ്പത്തിരിക്കുന്നു. അതിനെ ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ്റെ തലപ്പത്തൊക്കെ ഇരിക്കുന്ന പോലെ തന്നെ അതിൻ്റെ തലപ്പത്ത് അവരിയ്ക്കുന്നിട്ട് നിങ്ങൾ ഈ ഓരോ പ്രവിശ്യകളാണല്ലോ, അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളാണല്ലോ, അഫ്ഗാൻ പ്രവിശ്യ നിങ്ങൾ ഭരിച്ചോളൂ. താലിബാനോട് പറയുന്നു. പാകിസ്ഥാനൊക്കെ നമ്മുടെ അനീതിനെതിരായ പാകിസ്ഥാൻ നിങ്ങളവിടെ ഭരിച്ചോളൂ. പക്ഷേ കാര്യങ്ങളൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലേക്ക് ഭാവിയിൽ ചിലപ്പോൾ അഖണ്ഡ ഭാരതം അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു നയതന്ത്ര തലത്തിൽ നല്ല തലമുള്ളവർ വേണം. അങ്ങനെ നയതന്ത്ര തലത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരാൾ ശശി തരൂരാണ്. ശശി തരൂർ BJPയിലേക്ക് പോകുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അദ്ദേഹം ഒരു ഹൈക്കമ്മീഷൻ പദവിയിലൊക്കെ വേണമെങ്കിൽ മാറിയേക്കാം. ഇപ്പോൾ നമ്മുടെ കേരള ഗവൺമെൻറ്റായിട്ട് ആരിഫ് ഖാനെയൊക്കെ കൊണ്ടുവന്ന പോലെ അദ്ദേഹം BJP മെമ്പറൊന്നും അല്ലല്ലോ. അങ്ങനെ കൊണ്ടുവന്ന പോലെ BJP മെമ്പർ ആക്കാതെ ഒരു അനുകൂലിയായിട്ട് പല ഇതുപോലത്തെ വേണമെങ്കിൽ അടുത്ത മന്ത്രിസഭയിൽ എന്താ പറയുക രാജ്യസഭയിലേക്ക് എത്തിച്ചിട്ട് വേണം ഒരു മന്ത്രിസ്ഥാനം കൊടുക്കാം. BJP മെമ്പർ അല്ലാത്ത ഒരാളായിട്ട് വേണം ശശി തരൂരിനെ ഇത് കൊണ്ടുവരാം. ഈ ഒരു രീതിയിലേക്ക് ഒരു അഖണ്ഡ ഭാരത യൂണിയൻ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ തലപ്പത്ത് ശശി തരൂരിനെ കൊണ്ടുവന്ന് പണിയെടുപ്പിക്കാം. ഒരുപാട് കാര്യങ്ങൾ കാരണം ശശി തരൂർ BJPയിലേക്ക് പോയി തന്നെ ഇതൊക്കെ ചെയ്യാം. പക്ഷെ അദ്ദേഹം പോകത്തില്ല എന്നാണ് പറയുന്നത്. എന്തായാലും RSS വലിയ മുന്നിൽ കണ്ടിട്ടുള്ള പരിപാടിയൊക്കെ തന്നെയാണ് നടത്തുന്നത്. ആ രീതിയിലുള്ള പ്ലാനുകളും പദ്ധതികളൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ നടക്കുന്നു. പക്ഷെ ഇതിൽ രാഷ്ട്രീയപരമായിട്ട് കോൺഗ്രസ് ശശി തരൂരിനെ ഉപയോഗിച്ചോന്ന് ചോദിച്ചാൽ ഉപയോഗിച്ചിട്ടൊക്കെ ഉണ്ട്, നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതൊക്കെ ഉണ്ട്. പക്ഷേ ശശി തരൂർ കുറച്ചുകൂടെ വലിയ പൊസിഷനൊക്കെയാണ് നോക്കുന്നത്. അത് കോൺഗ്രസിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിൽ തന്നെ ഒരുപാട് നേതാക്കന്മാരുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരെയും ഇങ്ങനെ കീഴ്പ്പെടുത്തണം. ഇപ്പോൾ പ്രദീപ് കുമാർ നമ്മുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക്, മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് പോയി. അവിടെ ഒരു ഒഴിവ് വന്നല്ലോ. കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ട് മറ്റേ ചങ്ങായി മാറിയുണ്ട്. അവിടെ ഒഴിവ് വന്നു. ഈ പ്രദീപ് എന്ന് പറയുന്ന ആൾ ഭയങ്കര VS പക്ഷക്കാരനായിരുന്നു. VS പക്ഷക്കാരനായിട്ട് ഞാൻ നിന്ന് അത് ഒരുപാട് അടിച്ചമർത്തലുകളൊക്കെ ഉണ്ടായതിനു ശേഷം ഇപ്പോൾ എല്ലാം പിണറായി ഗ്രൂപ്പ് ആയതുകൊണ്ട് അദ്ദേഹത്തെ എടുത്തു. അതുപോലെ മൊത്തത്തിൽ ശശി തരൂരിനെ മൊത്തത്തിൽ അവരങ്ങ് എടുക്കും. കോൺഗ്രസ്സുകാർ പറയുന്നത് നിങ്ങൾ എടുത്തു എന്ന് പറയും. കാരണം കോൺഗ്രസ്സിന് ശശി തരൂരിനെ ഉപയോഗിക്കാൻ അറിയത്തില്ല. അതാണ് ഒരു പ്രധാന പ്രശ്നം. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ള കാര്യം കോൺഗ്രസ്സിന് അറിയത്തില്ല. അതറിയായിരുന്നെങ്കിൽ ഈ രീതിയിലായിരിക്കത്തില്ല. പിന്നെ കോൺഗ്രസ്സിൽ എപ്പോഴും പലതും RSS മനസ്സാണല്ലോ. ഒരു മൗലവി പറഞ്ഞ പോലെ നല്ല കാര്യമാണ്. RSSകാരനാവണമെന്നൊന്നുമില്ല. RSS എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു മനസ്സുണ്ടായാൽ മതി. എന്തായാലും ഒരു ഹൈക്കമ്മീഷൻ പവറിലേക്കൊക്കെ ശശി തരൂരിനെ എടുത്തുയർത്തി ആ ഒരു വഴി അനുകൂലിയാക്കുക എന്നുള്ളതാണല്ലോ. അല്ലാതെ BJP മെമ്പർ ആവണം, RSS മെമ്പർ ആവണമെന്നൊന്നുമില്ല. അവരെ അനുകൂലിക്കുന്ന ഒരാളായി മാറണം. പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ അനുകൂലിക്കുന്ന ആളായിട്ട് മാറണം. സാജസ്കറിയ BJP മെമ്പറൊന്നും അല്ലല്ലോ, അനുകൂലിക്കുന്നില്ലേ. അതുപോലെ അഖിൽ മാരാറ് എന്തോ BJPക്കാരനല്ലല്ലോ, പക്ഷെ ഇടയ്ക്ക് സംഖ്യകളെ അനുകൂലിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഒന്ന് പ്രശ്നമായിട്ട് ഇരുന്നാലും കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ മാറുമെന്നേ. അതൊരു മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അതുപോലെ ഒരു അഖണ്ഡ ഭാരത കളികളിലേക്ക് കടക്കുമ്പോൾ ശശി തരൂരൊക്കെ അതിൻ്റെ മെയിൻ ലീഡ് നിരയിൽ ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ വളരെ വലുതാണ്. അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം.